നമസ്കാരം. നമ്മുടെ കാരണഭൂതത്താനും മോഹൻലാലുമായുള്ള ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒറ്റ കാര്യത്തിലെ ആശങ്ക ഉണ്ടായുള്ളൂ. ചിരിച്ച് ചിരിച്ച് കാർന്നവരുടെ കഴുത്തുളുക്കുമോ എന്ന ഭയം. പതിവില്ലാത്ത എന്ത് കാര്യം പെട്ടെന്ന് ചെയ്താലും കഴുത്തുളുക്കും. എൻ്റെ പൊന്നെ, നമ്മൾ എന്താണ് ഈ പിണറായി സഖാവിനെ പറ്റി ഇതുവരെ കരുതിയിരുന്നത്? ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പറയും, കയ്യിലെടുത്ത് കൊടുക്കുന്നത് കടിക്കും. കഞ്ഞി കുടിച്ചു കിടന്നാൽ മീശ തുടയ്ക്കാൻ ആൾ വേണം, ധൂർത്തിൻ്റെ പര്യായ പദം എന്നൊക്കെയായിരുന്നു. എന്നാൽ കേട്ടതൊന്നും സത്യമല്ല. ലിയോ ടോൾസ്റ്റോയുടെ അന്നാ കരീനിനെയൊക്കെ വായിച്ച പുള്ളിയാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിച്ചതോടെ പാവങ്ങളെന്ന് വെച്ചാൽ ചത്തുകളയും. അന്നാ കരീന തുടങ്ങുന്നത് തന്നെ പ്രശസ്തമായ ഒരു വാക്യത്തിലാണ്: സന്തുഷ്ട കുടുംബങ്ങളെല്ലാം ഒരേ മട്ടാണ്, എന്നാൽ ഓരോ അസന്തുഷ്ട കുടുംബവും അസന്തുഷ്ടമായി തീരുന്നത് അതിൻ്റെ പ്രത്യേക വഴിക്കാണ്. അതെ, സന്തുഷ്ട കുടുംബങ്ങളെല്ലാം ഒരേ വഴിക്കാണ് സാർ. പിണറായി വിജയനും മോഹൻലാലും സന്തുഷ്ട കുടുംബമാണ്. അവരുടെ രീതികളും ഒരേ മട്ടാണ്. പിണറായി വിജയൻ അസന്തുഷ്ടരായിട്ടുള്ള ഏതെങ്കിലും കുടുംബവുമായി ചേർന്ന കഥ പറയാമോ? ലൂസിഫർ കാണാൻ ആരാധകർ കാത്തിരുന്ന പോലെയാണ് പിണറായി വിജയനെ മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കാണാൻ കമ്മികൾ കാത്തിരുന്നത്. അത് കണ്ട് കോൺഗ്രസ്സുകാരുടെയും സംഘികളുടെയും കുരു പൊട്ടിപ്പോകുന്നത് കാണാനുള്ള ഒരു തരിപ്പായിരുന്നു അവർക്ക്. ലോക ചിരിദിനത്തിൽ ഇമോജി ഇടാൻ പാകത്തിനുള്ള 3 ഹഹഹ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ്റെ വായിൽ നിന്നും വന്നാലായി. അതിനെത്ര കാലമായി ആരാധകർ കാത്തിരിക്കുന്നു. ഇപ്പോഴത്തെ പിണറായിയുടെ പാൽപുഞ്ചിരി കണ്ട് കമ്മികൾ ആനന്ദ കണ്ണീർ വാർക്കുകയാണ്. പിണറായിക്ക് മുമ്പിലിരിക്കുമ്പോൾ ലാലേട്ടൻ മീശ മേലോട്ട് സ്വല്പം പിരിച്ചു വെച്ചതിലേ അവർക്ക് പരിഭവമുള്ളൂ. ഒരുപാട് സ്റ്റേജ് ഷോകളും മെഗാ ഷോകളും ഒക്കെ നടത്തി പരിചയമുള്ള TK രാജീവ് കുമാറാണ് ഈ പിണറായി ഷോയും സംവിധാനം ചെയ്തത്. അല്പസ്വല്പം ഏക്ഷൻ രംഗങ്ങൾ കൂടി വേണമായിരുന്നു. മാറി നിൽക്കുക എന്ന് പറയുമ്പോഴുള്ള ആ രൗദ്രത എവിടെ? കടക്ക് പുറത്തെന്ന് പറയുമ്പോഴുള്ള ആജ്ഞാശക്തി എവിടെ? മൈക്കിനോട് പൊരുതിത്തോറ്റ് പോകുമ്പോഴുള്ള ആ ക്രൗര്യം എവിടെ? അവതാരകരോട് അമ്മാതിരി കമൻ്റ് വേണ്ട എന്ന് പറയുമ്പോഴുള്ള നിന്ദ എവിടെ? സെൽഫിക്കാരെ ആട്ടുമ്പോഴുള്ള പുച്ഛഭാവം എവിടെ? ഒരു കരിങ്കല്ലും നറുംവെണ്ണയായി പരിണമിക്കുന്ന അസാമാന്യമായ ഭാവപ്രകടനമാണ് നമ്മൾ ആ മുഖത്ത് കണ്ടത്. ഈ അഭിനയ പ്രതിഭയ്ക്ക് മുമ്പിൽ അമൂർത്ത ഗോവിന്ദനും നാടോടി വീണയും ഒന്നുമല്ല. ഒടുക്കത്തെ അഭിനയം. എന്തൊക്കെ ഭാവങ്ങളാണ് ആ നിർമ്മലമായ മുഖത്ത് മിന്നിമറഞ്ഞത്. റോബിൻ പട്ടിയും കാക്കക്കൂട്ടവുമെല്ലാം പിണറായിയുടെ സ്നേഹഭാജനങ്ങളാകുന്നു. മുരുകേശൻ്റെ കയ്യിൽ നിന്നും ചോറ് വാങ്ങി തിന്നുന്ന കാക്കകളെപ്പറ്റി പറഞ്ഞത് കേട്ട് കേരളത്തിലെ കാക്കക്കൂട്ടം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. പിണറായി വിജയൻ്റെ കരുതലിനെ ഓർത്ത് അവറ്റകൾ കൂട്ടിൽ തന്നെ കാഷ്ടിച്ചു. കാക്കാമ്പീച്ചുകളും കരിയിലക്കിളികളും മനസ്സ് നൊന്ത് കൂട്ടിൽ നിന്നും ഇറങ്ങിയില്ല. ക്ലിഫ് ഹൗസിലെ ജലധാര രാവിലെ മാത്രമേ പ്രവർത്തിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് വീണ്ടും ഒന്നുകൂടി ജലധാര വെള്ളം ചീറ്റും. അതോടെ കിളികൾ കൂട്ടമായി വരവായി, കളിയായി കുളിയായി നനയായി പാട്ടായി. മോഹൻലാൽ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അങ്ങേക്ക് ഇത്രമാത്രം കരുതലുണ്ടായത്? ഞാനിത് നേരിട്ട് അനുഭവിച്ചതാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ അന്നാ കരീനയിലെ ആ വരികളുണ്ട് ഉത്തരം ലാലെ. സന്തുഷ്ട കുടുംബങ്ങളെല്ലാം ഒരേ മട്ടാണ്. ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലും കരുതുന്ന കാര്യത്തിലും പിണറായി ഒപ്പമുണ്ട്. ഏതെങ്കിലും ഒരു പാവം പിടിച്ച മനുഷ്യനെ ഈ പിണറായി അടുത്ത് വിളിച്ച് കാര്യം തിരക്കിയ ഒരു കഥയെങ്കിലും പറയാമോ? സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് വിയർപ്പ് തുന്നിയ കുപ്പായമിട്ട് ഏതെങ്കിലും ഒരു പഴയ സഖാവ് ഈ മനുഷ്യൻ്റെ 7 അയലത്ത് ചെന്ന ചരിത്രമുണ്ടോ? പിന്നെ എന്ത് കരുതലിൻ്റെ കാര്യമാ ലാലേട്ട ഉളുപ്പില്ലാതെ ഇരുന്ന് തള്ളിവിടുന്നത്? ഇന്ധന സെസ് ഈടാക്കി ജനങ്ങളെ പിഴിഞ്ഞ് പെൻഷൻ കൊടുക്കുന്ന കാര്യമാണോ? അതോ 250 ദിവസം സമരം ചെയ്ത് ആശാസമരക്കാരെ ചേർത്ത് പിടിച്ചതിൻ്റെ കാര്യമാണോ? പാവങ്ങളെ ചികിത്സിക്കേണ്ട സർക്കാർ ഡോക്ടർമാർ പണിമുടക്ക് തുടങ്ങിയിട്ട് ദിവസങ്ങളായി ലാലേട്ട. മുഴുത്ത ആശുപത്രി കെട്ടിടം പണിത് വീഡിയോ ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അത് കണ്ടാലൊന്നും ആരുടെയും രോഗം മാറില്ല. എൻ്റെ ആഹ്വാനം കേട്ടല്ലേ ജനം കോവിഡ് കാലത്ത് കാക്കയ്ക്കും പൂച്ചയ്ക്കും ചോറ് കൊടുത്തത്? ജനം കൈക്കോട്ടുമായി ഇറങ്ങി കൃഷി തുടങ്ങിയത് ഞാൻ പറഞ്ഞിട്ടല്ലേ? ഞാനിങ്ങനെ പ്രളയപയോധിയിൽ കിടന്ന് പ്രഭാമയൂഖമായി കേരളത്തെ താങ്ങിപ്പിടിച്ചത് നിങ്ങൾക്കറിയില്ലേ? ഓരോ ദുരന്തത്തിൻ്റെയും മറവിൽ വിഴുങ്ങിയ കോടികളെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലെന്നാണ് പാവത്തിൻ്റെ വിചാരം. അമ്മയെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു തുള്ളി കണ്ണീർ അടർന്നു വീണത് സംവിധായകൻ്റെ മിടുക്ക് കൊണ്ട് തന്നെയാണ്. ഒട്ടുമിക്ക മക്കളും അങ്ങനെ തന്നെയാണ് സാർ. 90-ാം വയസ്സിൽ മരിക്കുന്ന അമ്മയെ ഓർത്തും മക്കൾ കരയും. എന്നാൽ 51-ാം വയസ്സിൽ തൻ്റെ മകൻ പ്രായത്തിൻ്റെ അത്ര തന്നെ വെട്ടുകൊണ്ട് മരിക്കുന്നത് ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നതല്ല. ആ ദുഃഖം അനുഭവിച്ചറിയുന്നവർക്കേ അറിയൂ. TP കൊല്ലപ്പെട്ടപ്പോൾ ലാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ആ മകനെയും അമ്മയെയും ഓർത്തുകൊണ്ട്. അന്ന് കമ്മികൾ ലാലിനെതിരെ കുരച്ചു ചാടി. ഒരു കാര്യത്തിലേ എനിക്ക് പശ്ചാത്താപം തോന്നിയിട്ടുള്ളൂ എന്ന ടീസർ കണ്ടപ്പോൾ നമ്മൾ കരുതിയത് TPയുടെ കൊലപാതകത്തെപ്പറ്റി ഓർത്ത് ആയിരിക്കുമെന്നാണ്.
അതൊന്നുമല്ല. പിണറായി വിജയൻ ഒരു അടുത്ത സുഹൃത്ത് കുടി തുടങ്ങിയപ്പോൾ ആ സൗഹൃദം പിണറായി ഉപേക്ഷിച്ചു. അതോടെ അയാൾ മുഴുക്കുടിയനായി മരിച്ചു. ആ സുഹൃത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയാണല്ലോ 28 ബാറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 785 ബാറുകൾ പൊക്കിക്കൊണ്ടുവന്നത്. അത്ര പശ്ചാത്താപ വിവശനാണെങ്കിൽ ഈ പിണറായി ചെയ്യേണ്ടത് ആ സുഹൃത്തിനു വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുകയായിരുന്നില്ലേ? പിണറായി വിജയൻ്റെ സൽക്കാരപ്രിയത്തെപ്പറ്റി പറയുന്നത് കേട്ടാൽ കൊതി വരും ലാലേട്ടൻ. പൗരപ്രമുഖർക്ക് വിരുന്നു കൊടുക്കാത്ത ഒറ്റ മാസമില്ല. കുടുംബത്ത് നെല്ലളക്കുന്ന കാശും ഭാര്യയുടെ പെൻഷനും കൊണ്ടാണല്ലോ ഇങ്ങനെ ഇഫ്താർ വിരുന്ന് മുതൽ പൗരപ്രമുഖർക്കുള്ള ഊട്ടുവരെ നടത്തുന്നത്. ഈ അഭിമുഖം മുഴുവനും കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നും, ആരാണ് ഈ മനുഷ്യൻ? കുടുംബത്തോടൊപ്പം ചെലവിടാൻ കൊതിക്കുന്ന പിണറായി, മനസ്സിൽ വിദ്വേഷം ലവലേശമില്ലാത്ത പിണറായി, ഹൃദയം ക്ലീൻ ആയ പിണറായി, ട്രാൻസ്ഫറിന് വല്ല കൈമടക്കും വേണോ എന്ന് ചോദിച്ച നാട്ടുകാരനെ രൂക്ഷമായി നോക്കിയ പിണറായി, ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടുന്ന മക്കളും കുടുംബവുമുള്ള പിണറായി, എന്ത് കിട്ടിയാലും കഴിക്കുന്ന പിണറായി. ആഹാ, ശില്പിയുടെ കയ്യിലെ കളിമണ്ണ് പോലെ ലാലിൻ്റെ മുമ്പിൽ പരിവപ്പെട്ടു പിണറായി. മോഹൻലാലിൻ്റെ മുമ്പിലിരുന്നപ്പോൾ മാർദ്ദവമേറിയ പിണറായി പക്ഷേ പി ശശിയുടെ കൂടെ കൂടുമ്പോൾ എങ്ങനെയാണ് രൗദ്രഭാവം കൈക്കൊള്ളുന്നത്? അറിഞ്ഞു സേവിച്ചാൽ ആനന്ദമൂർത്തി, അറിയാതെ സേവിച്ചാൽ ഉഗ്രമൂർത്തി. അതാണ് പിണറായി. മൃഗീയമായി പോലീസ് മർദ്ദനമേറ്റതിൻ്റെ അടയാളമായി അങ്ങയുടെ കയ്യിൽ ചോര പുരണ്ട ഒരു ഷർട്ട് ഉണ്ടായിരുന്നല്ലോ. മോഹൻലാലിൻ്റെ മറ്റൊരു ചോദ്യം. അതിപ്പോൾ കയ്യിലില്ല. നാട്ടുകാർക്ക് സൂക്ഷിച്ചു വെക്കാൻ ചോര പുരണ്ട ഒരുപാട് വസ്ത്രങ്ങൾ ദാനം ചെയ്തു തുടങ്ങിയത് അതിൻ്റെ ഓർമ്മയിലാണ്. അതെനിക്ക് തരുമോ, പകരം ഞാൻ 2 ഷർട്ട് അങ്ങേക്ക് തരാമെന്ന് മോഹൻലാൽ പറയുമോ എന്ന് തോന്നി. ഒരിക്കൽ ഉമ്മൻചാണ്ടിയോട് മോഹൻലാൽ ചോദിച്ചു, ചലച്ചിത്ര വികസന കോർപ്പറേഷനിലിരിക്കുന്ന ആ ക്യാമറ എനിക്ക് തരുമോ? അതിലാണ് സാർ ഞാൻ തിരനോട്ടം എൻ്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്തത്. പകരം ഞാൻ 2 ക്യാമറ തരാം. കൃപാവത്സരനായ ഉമ്മൻചാണ്ടി ഉടൻ തന്നെ അത് കൊടുക്കാൻ ഉത്തരവിട്ടു. ഏറെ രസകരമായ ചില അറിവുകളും പിണറായി നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ അദ്ദേഹം കഥാപ്രസംഗം നടത്തിയിട്ടുണ്ടത്രേ. ഒരാൽമരത്തിന് കീഴെ കിടന്നുറങ്ങുമ്പോൾ ബോധം വീണ ഏതോ മനുഷ്യൻ്റെ കഥയായിരുന്നു അത്. പിണറായി വിജയൻ ആ കഥാപ്രസംഗം ഇപ്പോഴും തുടരുക തന്നെയാണ്. അധികാരത്തിൻ്റെ ഗർഭിൽ സ്വയം മറന്നൊരു മനുഷ്യൻ്റെ കഥ, അഥവാ സ്വന്തം കഥ അവതരിപ്പിക്കുന്നുവെന്ന് മാത്രം. മറ്റൊരു വിവരം ഞെട്ടിക്കുന്നതാണ്. പിണറായിയുടെ ഉള്ളിൽ ഒരു സന്യാസി ഉണ്ടത്രേ. അതാണ് ഇത്ര സൗമ്യത. ഇനി നമ്മൾ ധന്യാത്മൻ പിണറായി എന്നുകൂടി വിളിക്കേണ്ടി വരും. ഒരു വിപ്ലവകാരി ആത്മീയ അന്വേഷകൻ കൂടി ആയിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ധന്യാത്മൻ ആത്മനിർവൃതാനന്ദ വിജയത്തിരുപടിയായി സന്യാസയോഗം തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാം നേടിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിനുള്ള മാർഗം അതാണല്ലോ. വിഷ്ണുപാദം പോകാനായി അവിടുന്ന് വണ്ടി വരും. അന്തങ്ങളുടെ ആരാധനാപാത്രവും പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ ഈ പിണറായി വിജയൻ്റെ കോശസ്ഥിതിയിൽ നിന്നും അമൃതും വിഷവും വേർതിരിക്കുന്ന പണി ഭംഗിയായി ചെയ്തു ലാലേട്ടൻ. തെരഞ്ഞെടുപ്പിന് 1.5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ലാൽ വന്ന് പിണറായി വിജയനെ മിനുക്കിയെടുക്കാൻ ശ്രമിച്ചാൽ എന്തൊക്കെയാ ലാലേട്ട മലയാളികൾ മറക്കേണ്ടത്? നിങ്ങൾ പറ. ജനാധിപത്യത്തെ കശക്കിയെറിഞ്ഞ ഏത് ദുർമൂർത്തിയാണ് ജനങ്ങൾ സഹിക്കുക? ഗീതാശ്ലോകമൊക്കെ മണിമണിയായി ഉച്ചരിച്ചു പഠിക്കാൻ എത്ര ദിവസം എടുത്തു കാണും? ആശ്രമം കത്തിച്ച സ്വാമിയാണോ അത് വന്ന് പഠിപ്പിച്ചത്? പക്ഷേ പമ്പയിൽ ചെന്നപ്പോൾ കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന് പറയാൻ അറിയില്ല, അത് കാലിക്കുത്തയായി മാറി. PR വെളുപ്പിക്കലിൻ്റെ ഭാഗമായി ലാലിൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുത്ത ഈ മുഖ്യമന്ത്രിയെ ഒന്ന് സന്ദർശിക്കാൻ ഡോക്ടർമാരുടെ സംഘടന അനുവാദം ചോദിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. റോബിൻ പട്ടിക്കും കാക്കയ്ക്കും കൊടുക്കുന്ന കരുതൽ ആശുപത്രിയിൽ കിടക്കുന്ന പാവങ്ങളോടുണ്ടെങ്കിൽ ആ സമരക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കുമായിരുന്നു. പാവങ്ങളോടുള്ള കരുതലാണല്ലോ പുള്ളിക്ക് മുഖ്യം. സർക്കാർ ആശുപത്രിയിലെ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ദിവസങ്ങളായി സാർ. നടി ഉർവശി വീണേ ആരാ സർക്കാർ ആശുപത്രി തകർക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങളോ ശത്രുക്കളോ? കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്നൊരു ചൊല്ലുണ്ട്. ലാലും PR-കാരും ആവുന്നത്ര മിനുക്കിയെടുത്താലും പുള്ളിപ്പുലിയുടെ പുള്ളിമായില്ല, കാഞ്ഞിരത്തിൻ്റെ കയ്പ് മാറില്ല, പിണറായി വിജയൻ്റെ സ്വഭാവവും മാറാൻ പോകുന്നില്ല.